ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പരുന്തിൽ നിന്ന് തന്റെ ജീവൻ പണയം വെച്ച് തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന കോഴിയുടെ കഥ. അഡീഷണൽ സെഷൻസ് കോർട്ട് തളിപ്പറമ്പ് എന്നാണ് ഈ സ്വരം മുഴങ്ങിയത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ എന്താണ്? സ്വന്തം കുഞ്ഞിനെ വിരൽ കടിച്ചു മുറിച്ച് കരയിപ്പിച്ച് ഭർത്താവിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഭാര്യ, സ്വന്തം കുഞ്ഞിന് നിറമില്ല എന്ന് പറയുന്ന അച്ഛൻ, സ്വന്തം കുഞ്ഞുങ്ങളെ ബെൽറ്റ് കൊണ്ടടിക്കുന്ന അമ്മ, സ്വന്തം കുഞ്ഞുങ്ങളെ ഫുഡ് വേസ്റ്റാക്കി എന്നുള്ള പേരിൽ അവരെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ഫുഡ് കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മ, സ്വന്തം പെൺകുഞ്ഞിനെ ബാത്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന അച്ഛൻ. എന്താണ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്? ഇറ്റ്സ് ഗ്യാരണ്ടീഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21. അപ്പോൾ കുട്ടികൾക്കും ഇങ്ങനെ റൈറ്റ്സ് ഉണ്ട്. കുട്ടികൾക്ക് പരമപ്രധാനമായി റൈറ്റ്സ് എന്ന് പറയുന്നത് 4 തരത്തിലുള്ള റൈറ്റ്സ് ആണ്. 1, അവരുടെ റൈറ്റ് ടു ലൈഫ്. 2, ഡെവലപ്മെന്റൽ റൈറ്റ്സ്. 3, പ്രൊട്ടക്ഷൻ റൈറ്റ്സ്. 4, പാർട്ടിസിപ്പേഷൻ റൈറ്റ്സ്. ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് 4 റൈറ്റ്സ്. ഒന്നാമത്തത് റൈറ്റ് ടു ലൈഫ്. കുഞ്ഞുങ്ങൾക്കും ജീവിക്കണം. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ന്യൂട്രീഷ്യസ് ഫുഡ്, അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, ഇത്രയും ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ പറയുന്നത് ഡെവലപ്മെന്റൽ റൈറ്റ്സ്, അതായത് എഡ്യൂക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസം. 3, പ്രൊട്ടക്ഷൻ റൈറ്റ്സ്. പ്രൊട്ടക്ഷൻ ഫ്രം സെക്ച്വൽ അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സ്പെഷ്യൽ കെയർ. 4, പാർട്ടിസിപ്പേഷൻ റൈറ്റ്സ്, ഫ്രീഡം, അവർക്ക് സ്വാതന്ത്ര്യം. എന്നിങ്ങനെ 4 തരത്തിലുള്ള റൈറ്റ്സ് അവർക്ക് ഗ്യാരണ്ടീഡ് ആണ് അണ്ടർ ദിസ് ആക്ട്. അത് നോക്കാൻ നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉണ്ട്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ച്വൽ അബ്യൂസ് ഒഫൻസസ് ആക്ട്, പോക്സോ. അതിൽ 2012 ഇനാക്ട് ചെയ്ത ആക്ടാണ്. ഇത്രയും ആക്ടുകൾ ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നീതി കിട്ടാത്തത്? യൂറോപ്യൻ കൺട്രിയിലുള്ളതുപോലെ ഇവിടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാത്തത്? അല്ലെങ്കിൽ തളിപ്പറമ്പയിൽ കണ്ണൂരിൽ സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞു കൊന്ന ശരണ്യ എങ്ങനെ ഉണ്ടായി? അതുപോലെ താനും ഭാര്യയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനിടയിൽ കുഞ്ഞ് കരഞ്ഞു എന്നുള്ള കുറ്റം കൊണ്ട് കുഞ്ഞിന്റെ നാഭിയിൽ ഇടിച്ച നെയ്യാറ്റിൻകരയിലുള്ള ഇഹാൻ എന്ന് പറയുന്നത് ആ കുഞ്ഞ് മരിച്ച സ്വന്തം അച്ഛനായ ഷിജിൻ എന്ന് പറയുന്ന നരാധവന്റെ കൈകൊണ്ടാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതിനെതിരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം. നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്. ജസ്റ്റിസ് ഡിനൈഡ് ഈസ് ജസ്റ്റിസ് ഡിലൈഡ്. ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.